ലിക്കോവ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി കോര. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സർപ്രൈസ് ഡ്രിങ്കാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലെല്ലാം വളരെ സുലഭമായി ഉണ്ടാകുന്ന ഒരു സസ്യമാണ് തുളസി. തുളസിയുടെ പൂ കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ ഔഷധ ഗുണമുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ്: തുളസി പൂവ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. തുളസിയുടെ പൂവാണ് നമുക്ക് വേണ്ടത്. തുളസി പൂവ് എല്ലാവരും കണ്ടല്ലോ, തുളസി പൂവ്. അടുത്തത് വേണ്ടത് നമുക്ക് പഞ്ചസാര. അടുത്തത് ചൂടാറിയ വെള്ളം. ഇനി നമുക്ക് തുളസി പൂവിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഒരു ചില്ല് കുപ്പിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ് എടുത്തത്. നമ്മളെടുത്ത തുളസിപ്പൂവ് ഇട്ട് കൊടുക്കുക. പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് വരുള്ളൂ, നല്ലൊരു മധുരം വരുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 3 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. തണുപ്പിച്ചാറിച്ച വെള്ളം. നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പഞ്ചസാരയൊന്ന് ചൂടാറിയ വെള്ളത്തിലൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 ദിവസം ഇത് നമ്മൾ ഇതുപോലെ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ 5 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച തുളസി ജ്യൂസാണിത്. നമുക്കിത് അരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലോട്ട് അരിച്ച് ഒഴിക്കാം. നോക്കൂ, നല്ല കളറുള്ള ഒരു തുളസി ജ്യൂസ് റെഡിയായി. ഒരു കളറും ചേർത്തിട്ടില്ല, ഒറിജിനൽ കളർ ഇറങ്ങിയതാണ്. നമ്മുടെ തുളസിയുടെ ഒറിജിനൽ കളറാണ് ഈ കാണുന്ന പിങ്ക് കളർ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നോക്കൂ, നമ്മുടെ തുളസി വൈൻ റെഡിയായി. ഈ റെസിപ്പി എനിക്ക് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു തന്നതാണ്. അമ്മച്ചി ഇപ്പോൾ ഇല്ല, അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.